കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ വൻതടി ഒഴുകിവന്ന മുണ്ടക്കയം 34 മൈൽ കീച്ചൻപാറ പാലത്തിന്റെ തൂണുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് പാലത്തെ വീണ്ടും അപകടാവസ്ഥയിലാക്കുന്നു. വലിയ തടിയോടൊപ്പം മറ്റു ചെറുതടികളും മാലിന്യങ്ങളും വന്നടിഞ്ഞതോടെ പാലത്തിന് സമീപം പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തടി ഒഴുകി വന്ന തൂണുകളിൽ കുടുങ്ങിയത്. ഒരാഴ്ച പിന്നിട്ടിട്ടും ഇത് മാറ്റാൻ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. മുൻപുണ്ടായ മഹാപ്രളയത്തിൽ പൂർണ്ണമായും തകർന്നുപോയ പാലം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പുനർനിർമ്മിച്ച് തുറന്നുകൊടുത്തിട്ട് 5 മാസം മാത്രമേ ആയിട്ടുള്ളൂ. മുൻപും സമാനമായ രീതിയിൽ വൻതടി ഒഴുകിയെത്തി തൂണുകളിൽ കിടന്നതിനെ തുടർന്നാണ് ശക്തമായ വെള്ളപ്പാച്ചിലിൽ ഒരു തൂൺ പൂർണ്ണമായും തകർന്നത്. പിന്നീട് പ്രളയത്തിൽ ബീമുകൾ ഉൾപ്പെടെ തകർന്ന് പ്രദേശവാസികളുടെ യാത്രാമാർഗം പൂർണ്ണമായും അടയുകയായിരുന്നു. അവശേഷിച്ച തൂണുകൾ ബലപ്പെടുത്തിയാണ് പുതിയ പാലം നിർമ്മിച്ചത്. വരും ദിവസങ്ങളിൽ മഴ വീണ്ടും ശക്തമാകുമെന്ന മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ ഈ തടി അടിയന്തരമായി നീക്കം ചെയ്തില്ലെങ്കിൽ പാലത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. പാലത്തിൽ വെള്ളം തടഞ്ഞു നിൽക്കുന്നത് മൂലം തോട് ഗതിമാറി ഒഴുകി സമീപത്തെ വീടുകളിൽ വെള്ളം കയറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതുവരെ കാത്തുനിൽക്കാതെ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട് പാലത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വൻതടി മുറിച്ചുമാറ്റി സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം.